أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حميم تنزيل من الرحمن الرحيم كتاب فصلت آياته قرآنا عربيا لقوم يعلمون بشيرا ونذيرا فأعرض أكثرهم فهم لا يسمعون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق الإنسان من علق. اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. ആദരണീയരായ ഇസ്ലാഹി പ്രസ്ഥാന നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, വിശുദ്ധ ഖുർആൻ ഹദീസ് പഠനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പഠിതാക്കളെ, കേരളത്തിൽ അപൂർവമായി മാത്രം നിലകൊള്ളുന്ന ബൃഹത്തായ ഒരു ബദൽ സ്കൂൾ സംവിധാനത്തിൻ്റെ ഭാഗമാണ് ഇവിടെ അതിൻ്റെ പഠിതാക്കൾ ഒന്നിച്ചു കൂടിയിട്ടുള്ളത്. ചെറിയ കുട്ടികൾ മുതൽ 80 85 കഴിഞ്ഞ വയോവൃദ്ധന്മാരും വൃദ്ധകളും വരെയുള്ള ആബാലവൃദ്ധം ജനങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഭൂമിയിൽ എങ്ങനെ ജീവിക്കണമെന്നും ആഖിറത്തിൽ എങ്ങനെ രക്ഷപ്പെടാമെന്നും അവധാനപൂർവം അറിഞ്ഞും പഠിച്ചും ചോദിച്ചും ആലോചിച്ചും എഴുതിയെടുത്തും മനഃപ്പാഠമാക്കിയും നടന്നുകൊണ്ടിരിക്കുന്ന 160-ഓളം സ്ഥലങ്ങളിൽ പടർന്ന് പന്തലിച്ച ഒരു വലിയ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ഭാഗമാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ഖുർആൻ പഠിക്കുന്നവരും പഠിക്കാൻ ആരംഭിക്കാനിരിക്കുന്നവരുമെല്ലാം ഇതിൻ്റെ പഠിതാക്കളോടൊപ്പം കുടുംബസമേതം ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ചരിത്രത്തിൽ അനേകം ഗ്രന്ഥങ്ങളെപ്പറ്റി നമുക്ക് വിവരമുണ്ട്. രാജ്യത്തിൻ്റെ ദിശ മാറ്റിയ ഗ്രന്ഥങ്ങൾ, വലിയ വിപ്ലവത്തിന് കാരണമായ ഗ്രന്ഥങ്ങൾ, വലിയ തത്വശാസ്ത്രത്തിൻ്റെ സാഗരങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങളെല്ലാം കഥകളും ആഖ്യാനങ്ങളും കാവ്യങ്ങളുമായിട്ടുള്ള അനേകം അത്തരം ഗ്രന്ഥങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ശൈലിയും സ്വഭാവങ്ങളും സ്വാധീനങ്ങളും ഉണ്ടാക്കിയെടുത്ത ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് അതിൻ്റെ വക്താക്കളായ നാം പറയുമ്പോൾ അതൊരു ദുരഭിമാനമാണോ എന്ന് തോന്നിപ്പോകുമെങ്കിലും അതൊരു സത്യമാണ്. ലോകത്ത് ഖുർആൻ പോലെയുള്ള ഒരു ഗ്രന്ഥം മറ്റൊന്നില്ല, എല്ലാ ഭൗതികവും ആത്മീയവുമായ അർത്ഥത്തിലും. കാവ്യമല്ലത്, അതൊരു ആഖ്യാനമല്ല, കഥയല്ല, എന്നാൽ കവിത തുളുമ്പുന്ന മഹത് വചനങ്ങൾ അതിൽ കൂടി നമുക്ക് കേൾക്കാൻ കഴിയും.
ഏറ്റവും ഹൃദയസ്പർശമായ വിധത്തിൽ ആവിഷ്കാരം നടത്തിയ കഥയും മനുഷ്യൻ്റെ മനസ്സിനെ മാറ്റുന്ന, ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്ന, കണ്ണുനീര് വാർപ്പിക്കുന്ന ആഖ്യാനങ്ങളും അതിൽ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 63 കൊല്ലമാണ് ജീവിച്ചത്. അതിൽ 40 കൊല്ലവും മക്കയിലെ തികച്ചും അധാർമികമായ ഒരന്തരീക്ഷത്തിലായിരുന്നു അദ്ദേഹം ജീവിച്ചത്. എന്ന് പറഞ്ഞാൽ മദ്യവും മദിരാക്ഷിയും അക്രമവാസനകളും പുടുപ്പതും നിലനിൽക്കുകയും എന്നാൽ ഒരു നന്മ പോലും അപൂർവമായി കാണാൻ മാത്രം കഴിയുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ പഠിച്ചിട്ടില്ലാത്ത, വായിക്കാനറിയാത്ത, എഴുത്തറിയാത്ത ഒരു മനുഷ്യൻ 40ാമത്തെ വയസ്സിൽ ചൊല്ലിത്തുടങ്ങിയ വചനം അതായിരുന്നുവല്ലോ പരിശുദ്ധ ഖുർആൻ. വായിക്കുക, പേന കൊണ്ട് പഠിപ്പിച്ച നിന്റെ നാഥൻ്റെ നാമത്തിലാണ് നീ വായിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ വായിക്കാനും വായിപ്പിക്കുവാനും വായിച്ചു കൊടുക്കാനും തുടങ്ങിയപ്പോൾ ആ തുടങ്ങിയതിൻ്റെ തൊട്ട് അടുത്ത ദിവസം മുതൽ ഒരു സമൂഹം വളരുകയായിരുന്നു. 23 കൊല്ലം കൊണ്ട് ജസീറത്തുൽ അറബിൻ്റെയും അതിൻ്റെ ചുറ്റുഭാഗങ്ങളിലുമുള്ള വലിയൊരു ജനവിഭാഗവും 50 കൊല്ലം കൊണ്ട്, അരനൂറ്റാണ്ട് കൊണ്ട് ലോകത്തിൻ്റെ മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിലെ പകുതിയിലധികം ഭാഗവും ഇസ്ലാം ഉൾക്കൊണ്ടു എന്ന് പറയുമ്പോൾ അത് ഒരു മനുഷ്യ രചനയോ മനുഷ്യ ചിന്തയോ അല്ല എന്ന് നാം മനസ്സിലാക്കണം. ഇഖ്റ ബിസ്മി എന്ന വചനം കൊണ്ട് ആരംഭിച്ച ആ ഖുർആനിൻ്റെ തുടക്കം അത് കൃത്യമായും ഇന്ന് മുസഹഫിൽ കാണുന്ന ക്രമത്തിലല്ലല്ലോ അവതരിച്ചത്. എല്ലാവർക്കും അറിയാം. മുസഹഫിൽ ബിസ്മി കൊണ്ട് ആരംഭിച്ച് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന സൂറത്തുൽ ഫാത്തിഹ ഉമ്മുൽ കിതാബോട് കൂടിയാണ് തുടങ്ങുന്നത്. സൂറത്തുൻ നാസോടുകൂടിയാണ് അത് അവസാനിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു സൂറത്തിലാണ് ഇഖ്റ ബിസ്മിയുടെ ആദ്യ വചനം നാം കാണുന്നത്. ഇവിടെ 23 കൊല്ലം മുമ്പ് പ്രവാചകൻ പറഞ്ഞ അല്ലെങ്കിൽ ചൊല്ലിക്കൊടുത്ത ഒരു വചനം 23ാമത്തെ കൊല്ലം ആ വചനത്തിൻ്റെ അടുത്ത വചനം ചൊല്ലിക്കൊടുത്തപ്പോൾ യാതൊരു വൈരുദ്ധ്യവും ഉണ്ടായിരുന്നില്ല. ഭാഷാപരമായ കോർത്തിണക്കുവാനുള്ള പ്രയാസങ്ങൾ ഉണ്ടായിരുന്നില്ല. ആശയത്തിൻ്റെ കൃത്യമായ ചാരുതക്ക് യാതൊരു മാറ്റവും വരാതെയാണ് ആ മനുഷ്യൻ, ആ പ്രവാചകൻ അത് നമ്മളെ കേൾപ്പിച്ചത്. 23 കൊല്ലം മുമ്പ് ഒരു മനുഷ്യൻ എത്ര ബുദ്ധിജീവിയാണെങ്കിലും, എത്ര സൂക്ഷ്മജ്ഞാനിയായ തത്വജ്ഞാനിയാണെങ്കിലും 23 കൊല്ലം മുമ്പ് പറഞ്ഞൊരു വചനത്തിൻ്റെ ബാക്കി വചനം, അടുത്ത വചനം, അതിൻ്റെ പ്രാസത്തിൽ, അതിൻ്റെ കാവ്യാത്മകതയിൽ, അതിൻ്റെ ഭാഷാശുദ്ധിയിൽ, അതിൻ്റെ ആശയ സമ്പൂർണതയിൽ യാതൊരു മാറ്റവുമില്ലാതെ അതിൻ്റെ തുടർ വചനം അപ്പോഴപ്പോൾ ജീവിതത്തിൻ്റെ വിവിധ സന്ദർഭങ്ങളിൽ പറഞ്ഞ് അത് പിന്നീട് കോർത്തിണക്കിയപ്പോൾ ഒരു വമ്പിച്ച മോയ്ജിസത്തായി ലോകത്തന്ന് മുതൽ ഇന്നേ വരെ ആർക്കും സ്വയം കൊണ്ടുവരാൻ കഴിയാത്ത ഒരു സൂറത്ത് പോലും 10 ആയത്ത് പോലും രചിക്കാൻ കഴിയാത്ത വിധം ഒരു മഹത്തായ രചനയായി മാറി എന്ന് പറയുമ്പോൾ അത് മുസ്ലിമീങ്ങൾക്ക് മാത്രം ആലോചിച്ച് അഭിമാനിക്കാനുള്ളതല്ല. മനുഷ്യ ചരിത്രത്തിൻ്റെ ഏത് കോണിൽ വെച്ച്, ഏത് മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയാലും ചരിത്രത്തിൽ തുല്യമില്ലാത്ത അനുപമമായ ഒരു ഗ്രന്ഥമാണ്. കാരണം വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ നസല ബിഹിർ റൂഹുൽ അമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹു ഇറക്കിയത് തന്നെയാണ്. അതിലൊരിക്കലും സംശയിക്കേണ്ടതില്ല. വിശുദ്ധാത്മാവ് ആകാശലോകത്ത് നിന്ന് പടച്ച തമ്പുരാന്റെ നിർദ്ദേശപ്രകാരം ആ പ്രവാചകനിലേക്ക് ഇറങ്ങി വന്ന് പഠിപ്പിച്ചതാണ് എന്ന സൂറത്തു ശുഅറായിലെ ആ വചനം